എടാ, ഇതെന്തൊരു തിരുട്ട് ഫാമിലിയാണ്. എല്ലാവരും കക്കുക. ആരാ കൂടില്ലാത്ത? പിണറായി വിജയന്റെ വലം കൈയായിരുന്ന ശിവശങ്കരൻ ജയിലിൽ, ഇടം കൈയായിരുന്ന വാസു ജയിലിൽ, ഇടത്തും വലത്തും ഉണ്ടായിരുന്ന പത്മകുമാർ ജയിലിൽ, എല്ലാവരും ജയിലിൽ. അപ്പോഴാണ് നമ്മളെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഞാനുള്ള സമയത്താണ് ആരോഗ്യമന്ത്രി പറയാണ്, സ്തുതി പാഠകനിൽ സംസ്ഥാന അവാർഡ് കിട്ടിയ ആളാണ്. അവര് പറയാണ്, ഈ മന്ത്രിസഭ കൊല്ലുന്നില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ, ഇതൊരു കപ്പിത്താൻ കറക്റ്റാണ്. ഈ സകലമാന കള്ളന്മാരും കയറിയ ഈ കപ്പലിന് പെരുങ്കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് കപ്പിത്താനായിട്ട് ഇരിക്കേണ്ടത്. നല്ല യോഗ്യതയാണ്. കക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് സഹോദരന്മാരെ. നമ്മുടെ നാട്ടിലെ ചില കള്ളന്മാരൊക്കെ അമ്പലത്തിൽ നിന്ന് കക്കൂല, പള്ളിയിൽ നിന്ന് കക്കൂല. ഓൻ കള്ളനല്ല നേട്ടാ, കള്ളത്തരത്തിൽ ഓർക്കൊരു എത്തിക്സ് ഉള്ളതുകൊണ്ടാണ്. നാട്ടുമ്പുറത്ത് പറയാറുണ്ട്, ചതിയിൽ വഞ്ചന പാടില്ല. സഖാബെ, കക്കുമൊരു മര്യാദ. അമ്പലത്തിൽ കയറി കക്കുക. ഇപ്പൊ എന്നോട് എന്റെ സുഹൃത്തുക്കൾ, സ്വാമിമാരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകർ പറയും, ചിലപ്പോ പറയും, അവരെന്നോട് പറയാറുണ്ട്, ഈ കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ ശബരിമലയിൽ പോയാൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു കാണിക്കുള്ളൂ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെ നിന്നൊക്കെ വരുന്ന സ്വാമിമാര് അയ്യപ്പ ദർശനങ്ങൾ കിട്ടുമ്പോ ഭക്തിയുടെ പാരപശ്യത്തില് അവർ സ്വർണ്ണമാലൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് കാണിക്കുള്ളൂ. അവരുടെ വിശ്വാസമാണ്. അവർക്കറിയില്ലല്ലോ ഈ കള്ളന്റെ കയ്യിലേക്കാണ് ഈ സാധനത്തെ ഇട്ട് കൊടുക്കണമെന്ന്. ആ സാധുക്കൊക്കെ അറിയില്ലല്ലോ, ഏൽപ്പിച്ചിട്ട് പോവാൻ. എന്റെ സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, ശബരിമല ഒരു നിസ്സാര കാര്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ദൈവമെന്ന് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ വിചാരിക്കുന്നത് അയ്യപ്പനെയാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഈ മണ്ഡലകാലമായാൽ കേരളം മുഴുക്കെ ശബരിമലയിലേക്ക് വരുന്നത്, ഇന്ത്യ മുഴുക്കെ ശബരിമലയിലേക്ക് വരുന്നത്. 41 ദിവസത്തെ വ്രതമുണ്ട്. എന്നിട്ടോ അത് മാത്രം പോരാ, പഞ്ചശുദ്ധി വരുത്തണം. എല്ലാം ശരീരശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി എല്ലാം വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം ഉണ്ടാവണം. ഇന്ദ്രിയാണാം ചരതാം യന്മനോന് വിധീയതേ തദസഹാരതി പ്രജ്ഞാം വയോർണമമിവാമസി. ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാക്കി. ആ 18 പടിക്ക് അതാ പ്രത്യേകത. ആ 18 പടി ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അഷ്ടരാഗത്തിന്റെയും പ്രതീകമായിട്ടാണ്, അതിന്റെ പ്രതീകമായിട്ടാണ് ആ പടി കയറുന്നത്. അവിടെ കയറി ചെന്നാൽ എല്ലാവരും അയ്യപ്പന്മാരാവും. അയ്യപ്പൻ മാത്രമല്ല, അവിടുന്ന് വരെ എല്ലാവരും. ഈ പമ്പയിലേക്ക്, പമ്പ വരെ മര്യാദയ്ക്ക് റോഡുള്ളൂ. അത് കഴിഞ്ഞാൽ ദുർഘടമാണ്. കാരണം അയ്യപ്പൻ കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവര് കാട്ടിലേക്ക് പോകും. ഞാൻ എന്റെ വീട് ഇസ്മായിലൊക്കെ അറിയാം. എന്റെ വീട് അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്നാണ്. അതുകൊണ്ട് സുബഹി ബാങ്ക് കഴിഞ്ഞാൽ മണ്ഡലകാലമായാൽ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പാട്ടാണ്. കുറെ ഭക്തിഗാനങ്ങൾ ഹൃദ്യസ്ഥമാണ്. അതിനുള്ളൊരു വരിയാണ് കല്ലും മുള്ളും കാലുക്കുമെത്തെ. വി ഡി സതീശൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ അയ്യപ്പ സംഗമത്തില് പിണറായി വിജയൻ ആരോ ഇത് എഴുതി കൊടുത്തു വായിക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് വായിച്ചത് കല്ലും മുള്ളും കാലുമ കുത്തേന്നാണ്. കാൽമ കുത്തേന്നല്ല, കല്ലും മുള്ളും കാലുക്ക് മെത്ത. കാല് മെത്ത പോലെ മുള്ളിനെ സ്വീകരിക്കാൻ ഒരു പ്രശ്നമില്ല. വിശ്വാസത്തിന്റെ മൂർധന്യത്തിൽ അവരത് മറന്നു പോകും. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ, 50 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ, അവരെ അയ്യപ്പ ദർശനത്തിന് വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ആർത്തവകാലത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ദർശനത്തിന് വരരുത്. അയ്യപ്പൻ കോപിക്കും, ക്ഷേത്ര ചൈതന്യത്തെ ബാധിക്കും. ഇത് വിശ്വാസമാണ്. അത് പൊളിക്കാൻ നിങ്ങള് വനിതാ മതിലുണ്ടാക്കില്ലേ, ആക്കിക്കോട്ടെ. പക്ഷെ എന്റെ സങ്കടം അതായിരുന്നില്ല. ഞാൻ നോക്കുമ്പോ വനിതാ മതിൽ കോഴിക്കോട്ട് നിന്ന് പർദ്ദയൊക്കെ ഇട്ടിട്ട് പാത്തുമങ്ങനെ ലയിലിക്കുകയാണ്. കാസർഗോഡ് നിന്ന് മഫ്തയൊക്കെ ഇട്ടിട്ട് സുബൈദങ്ങനെ നിൽക്കുകയാണ്. പാത്തുമക്ക എന്താ ശബരിമലക്കാരി? സുബൈദക്ക് എന്താ ശബരിമലക്കാരി? ഈ വിശ്വാസം എല്ലാ മതത്തിലും ഇല്ലേ? ഇതാ ഈ പള്ളിയിൽ നിന്ന് 5 നേരവും ബാങ്ക് വെക്കണില്ലേ? ആരാ ബാങ്ക് കൊടുക്കുക? ആണുങ്ങളാണ്. ഈ പള്ളിക്ക് മാത്രമാണോ? ലോകത്തിലെ എല്ലാ പള്ളിയിൽ നിന്നും ആണുങ്ങളെ ബാങ്ക് കൊടുക്കും. എന്തേ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ മൈക്കുന്ന ശബ്ദം പുറത്തു വരില്ലേ? സത്യത്തില് ആണുങ്ങളെക്കാൾ നല്ല ശബ്ദം പെണ്ണുങ്ങളതല്ലേ? എന്നിട്ടും എന്തേ കൊടുക്കാത്തത്? അത് വിശ്വാസമാണ്. പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ മൈക്ക് പുറത്തേക്ക്, ശബ്ദം പുറത്തേക്ക് വരൂലേ എന്നത് യുക്തിയുടെ ചോദ്യമാണ്. യുക്തിയല്ല വിശ്വാസം. ആർത്തവ കാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് ഖുർആൻ ഓതുവോ, നോമ്പ് നോക്കുവോ, നിസ്കരിക്കോ?
ഇല്ലല്ലേ? എന്തേ? വിശ്വാസമാണ്. ഈ വിശ്വാസം ഈ രാജ്യത്തിലെ എല്ലാ മതത്തിലും ഉണ്ട്, പലതരത്തില്. ഈ രാജ്യം നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 4599 ജാതിയും മതങ്ങളും ഉണ്ട് ഇവിടെ. മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിൽ കയറാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശ്വസിച്ചും പരസ്പരം സഹകരിച്ചൊക്കെ. ഈ സോഷ്യൽ ഫാബ്രിക്കിനെയാണോ CPM-കാരാ നിന്റെ വൃത്തികെട്ട രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കേണ്ടത്? ചുവന്ന കൊടി കൊണ്ടുവന്നിട്ട് ഇവര് കൊണ്ടുപോകുന്നുണ്ടല്ലോ, നോക്കണം. പ്ലാവിലയും മുമ്പിൽ കുത്തിയിട്ട് കൊണ്ടുപോകുമ്പോ അറക്കാൻ കൊണ്ടാണ്. ഇവർക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. കേവലം വോട്ടുകൾ മതി. എന്താണോ BJP അതിന്റെ പകർപ്പാണ്, അതേ ഭാവമാണ്, അതേ രീതിയാണ്. ഇതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസികൾക്ക് പവിത്രമായ ഒന്നാണ്. തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. ആ ഇരുമുടിക്കെട്ടാണ് ഈ ടാറിട്ട റോട്ടിൽ വീട് ചെതറിയത്. 27,000 വിശ്വാസികളുടെ പേരിലാണ് പിണറായി വിജയൻ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്തത്. എന്തിന് ശരണം വിളിച്ചതിന് അല്ലേ? ഇതൊക്കെ മറക്കണോ അല്ലേ? അയ്യപ്പ സംഗമം നടത്താൻ ഇതിന്റെ പ്രായച്ചിത്തം നടത്താൻ പോയതാണ്. പമ്പയിലേക്ക് പോകേണ്ടത് വിശ്വാസികളാണോ വ്യവസായികളാണോ? പിണറായി വിജയന്റെ എക്കാലത്തെയും സുഹൃത്തുക്കൾ ഈ രാജ്യത്തിലെ വ്യവസായികളാണ്. പൗരപ്രമുഖർ എന്ന ടേം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് ഈ പിണറായി വിജയനാണ്. കള്ള് മുതലാളിമാർ, വിദേശ മുതലാളിമാർ, ഇവിടുത്തെ ക്വാറി മുതലാളിമാർ, അവരുമായേ ബന്ധമുള്ളൂ, അവരുമായേ സഖ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, എന്താണോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫാഷിസ്റ്റ് അതല്ല, അതിനെ മറികടക്കുന്നതല്ല. PMCയിലെ ഒപ്പുവെക്കലൊക്കെ ഞാൻ അതിനിടയിൽ വിട്ടുപോയതാണ്. ഒരു ചെറിയ പ്രശ്നമല്ല. ഗാന്ധിജി ഇല്ലാത്ത പാഠപുസ്തകം, നെഹ്റു ഇറങ്ങിപ്പോകുന്ന പാഠപുസ്തകം, അബുൽ കലാം ആസാദിനെ പഠിക്കാത്ത പാഠപുസ്തകം, സവർക്കറയും ഗോൾവാൾക്കറയും നമ്മളെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകം, അതിൽ ഒപ്പുവെക്കണല്ലേ? ശിവൻകുട്ടി ഒരു നിഷ്കളങ്കനായ വിവരദോഷിയാണ്. അദ്ദേഹത്തിന് സ്ഥായിയായ പൊട്ടത്തരമുണ്ട്. അതുകൊണ്ട് അയാൾ എന്താ വെച്ചാൽ അറിയാതെ കാര്യം പറഞ്ഞു. അയാളുടെ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ PMCയിൽ ഒപ്പുവെച്ചത്? അയാൾ പറഞ്ഞു, മക്കളുടെ ഭാവി ഓർത്താണ്. ദേശാഭിമാനി ഫ്രണ്ട് ലൈനിൽ എഴുതി, PMCയിൽ ഒപ്പുവെച്ചത് മക്കളെ ഓർത്ത്. പൂനൂരിലെ സഖാക്കള് രോമാഞ്ച കുഞ്ചുകിതരായി. എന്തൊരു മുഖ്യമന്ത്രിയാണ്! ഇവിടെ നിന്ന് എന്റെ മക്കളെയല്ല, പിണറായിന്റെ മക്കളെ ആലോചിച്ചിട്ട് ഒപ്പുവെച്ചതാണ്. പിണറായിന്റെ മക്കളെ വിചാരിച്ചിട്ട് ഒപ്പുവെച്ചതാണ്.